ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിന് ആവശ്യമായി വരുന്നത്? ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം പ്രോഫിറ്റാണ് മെയിൻ ബിസിനസ്സിൻ്റെ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ബിസിനസ് ഓരോ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓഡിയൻസും ഡിഫറെൻ്റ് ആണ്. ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ഓഡിയൻസിനെ മാത്രം കാണിക്കാനുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ചെറുതോ വലുതോ എന്തോ ആകട്ടെ, നമുക്കൊരു വലിയൊരു ഓഡിയൻസിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര ചിലവ് കുറഞ്ഞൊരു മെത്തേഡും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെയും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടോ അല്ലെങ്കിൽ DM വന്ന് ഡയറക്റ്റ് ആയിട്ടോ പറയാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.